അപ്പോൾ നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത് കേസ് സിനീരിയോ 7 ആണ്. അപ്പോൾ കേസ് സിനീരിയോ 7 നമ്മൾ നോക്കിയാൽ നമുക്ക് സിനീരിയോ പറയുന്നത് ഇങ്ങനെയാണ്. ജോയ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അവർ ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടും ഡെഫേർഡ് ടാക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ 12 lakhs ഉണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് 7,37,000 സംതിങ് ഉണ്ട്, റീവാലുവേഷൻ സർപ്ലസ് 88,000 ഉണ്ട്, പിന്നെ ഡെഫേർഡ് ഇൻകം ഗവൺമെൻറ് ഗ്രാൻഡ് ഒരു 40,000 പറയുന്നുണ്ട്, ലയബിലിറ്റി ഫോർ പ്രോഡക്റ്റ് വാറണ്ടി 16,000 പറയുന്നുണ്ട്, പിന്നെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തത് 22,162 പറയുന്നു, ട്രേഡ് പേയബിൾ 764 ആണ്, ഹെൽത്ത് കെയർ ബെനിഫിറ്റ് ടു എംപ്ലോയീസ് 70,000 ആണ്, കറണ്ട് ടാക്സ് ലയബിലിറ്റി 80,400. അത് കറണ്ട് ഇയറിൻ്റെയും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഓക്കെ, ഇനി നമ്മളുടെ നോട്ട്സ് ആയിട്ട് അവർ തരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഗവൺമെൻറ് ഗ്രാൻഡ് ടാക്സബിൾ അല്ല, അതായത് ഡെഫേർഡ് ഇൻകം എന്ന് പറയുന്ന 40,000 വരുമ്പോൾ അവിടെ എന്താണ്, ഗവൺമെൻറ് ഗ്രാൻഡ് ടാക്സബിൾ അല്ല. ഗവൺമെൻറ് ഗ്രാൻഡ് ഈ വർഷം കിട്ടിയതാണ് ബാലൻസ് ഷീറ്റിലുള്ളത്. അപ്പോൾ ഡെഫേർഡ് ഇൻകം ആയിട്ട് നമ്മുടെ ബുക്സിലുണ്ട്, പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം അത് ടാക്സബിൾ അല്ല. അതാണ് സിറ്റുവേഷൻ. ഇനി അടുത്തത് നമ്മളോട് പറയുന്നു, ഇൻ 20X4X5 Joy Limited made a further provision for doubtful debts of 5,000. Such provision for product warranty ആണ്. അപ്പോൾ പ്രോഡക്റ്റ് വാറണ്ടിയുടെ പ്രൊവിഷൻ 5,000 ഉണ്ട്. സച്ച് പ്രൊവിഷൻ ഫോർ വാറണ്ടി കോസ്റ്റ് ആർ നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ അൺടിൽ ദി ക്ലെയിംസ് ആർ പെയ്ഡ് ഓർ സെറ്റിൽഡ്. ഈ ക്ലെയിം പേ ചെയ്യുന്നത് വരെ, ഏതാണ് ഈ പറയുന്ന ആക്ച്വലി എക്സ്പെൻഡിച്ചർ കയ്യിൽ നിന്ന് പൈസയായിട്ട് ഔട്ട്ഫ്ലോ വരുന്നത് വരെ നമുക്ക് എന്ത് വരില്ല, ടാക്സിൽ അതിന് ഡിഡക്ഷൻ കിട്ടില്ല. ഡ്യൂറിംഗ് ദി ഇയർ 20X4X5 വാറണ്ടി ക്ലെയിംസ് പെയ്ഡ് ഓർ സെറ്റിൽഡ് വെയർ 6,200. ഇനി അടുത്തതായിട്ട് പറയുന്ന കാര്യം ഇതാണ്. During the year 20X4X5, Joy Limited introduced a healthcare benefit to employee. Expense are allowable as deduction in tax only when the benefits are paid, but not in line with Ind AS 19. Such liability is recognized in P&L when provide the service. നമ്മളുടെ ടാക്സ് റേറ്റ് 32%. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 3 ഐറ്റം, ഒന്ന് ഗവൺമെൻറ് ഗ്രാൻഡ് റിലേറ്റഡ് ആയിട്ടാണ്, 2 അപ്പോൾ ഗവൺമെൻറ് ഗ്രാൻഡ് ടാക്സബിൾ അല്ലാത്തൊരു ഐറ്റത്തിനെ കുറിച്ച് പറയുന്നു. അടുത്ത 2 ഐറ്റം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഏതാണ് നമ്മളുടെ 43B ഡിസലവൻസ് പോലെ ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ബുക്സിൽ എക്സ്പെൻസ് വരുമ്പോഴല്ല, ആക്ച്വലി അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് ക്ലെയിം കിട്ടുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഡെഫേർഡ് ടാക്സ് ബാലൻസ് ഷീറ്റ് അപ്രോച്ചിൽ നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ നോക്കുക. ഇൻഡേസിൽ ബാലൻസ് ഷീറ്റ് അപ്രോച്ച് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ അവർ പറയുന്നു, വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ നമ്മളുടെ ഗവൺമെൻറ് ഗ്രാൻഡ് റിലേറ്റഡ് ആയിട്ട് ടാക്സ് ബേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ടാക്സ് ബേസ് കണ്ടുപിടിക്കാൻ വരുമ്പോൾ ഒരു ലയബിലിറ്റിയുടെ ടാക്സ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മൾ നോക്കുക, ഒരു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണോ ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് എമൗണ്ട് മൈനസ് എമൗണ്ട് നോട്ട് ടാക്സബിൾ ഇൻ ഫ്യൂച്ചർ. എമൗണ്ട് നോട്ട് ടാക്സബിൾ ഇൻ ഫ്യൂച്ചർ ഇതാണ് വരേണ്ടത്. ഓക്കെ, ക്യാരിയിങ് എമൗണ്ട് മൈനസ് എമൗണ്ട് നോട്ട് ടാക്സബിൾ ഇൻ ഫ്യൂച്ചർ ആണ്. ഇപ്പോൾ ക്യാരിയിങ് എമൗണ്ട് നമുക്ക് 40,000 ആണ്. ഇതിന് ഫ്യൂച്ചറിൽ ടാക്സബിൾ ആവാത്ത ഈ 40,000 ടാക്സബിൾ ആകില്ല. സോ നമ്മുടെ ടാക്സ് ബേസ് വിൽ ബി നിൽ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ടാക്സിൽ ഇതിൽ എന്തായാലും വരില്ലെങ്കിൽ ടാക്സ് പ്രകാരം ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പോലൊന്നും അത് സെപ്പറേറ്റ് ഒരു ലയബിലിറ്റി പോലെ നിർത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ടാക്സിലേക്കേ വരില്ല. അപ്പം നമ്മളുടെ ടാക്സ് ബേസ് വിൽ ബി നിൽ. അതായിരിക്കും നമ്മളുടെ ആൻസർ വരിക. ഇനി ഈ സംഭവത്തിൻ്റെ ഡെഫേർഡ് ടാക്സ് എത്രയാണ് എന്ന് നമ്മൾ നോക്കാനായിട്ടാണ് രണ്ടാമത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ശരിക്കും നമ്മളുടെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 40,000 ഉണ്ട്. ടാക്സ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. സോ നമുക്ക് ടെമ്പററി ഡിഫറൻസ് ആയിട്ട് എത്ര കിട്ടും? 40,000 കിട്ടും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗവൺമെൻറ് ഗ്രാൻഡ് തന്നെ ടാക്സബിൾ അല്ല. അപ്പോൾ അതിന് ഫ്യൂച്ചർ ടാക്സ് ഇഫക്റ്റ് ഉണ്ടോ? ഇല്ല. ഫ്യൂച്ചർ ടാക്സ് ഇഫക്റ്റ് ഓൺ ദി ടൈമിംഗ് ടെമ്പററി ഡിഫറൻസസ് ആണ് ഡെഫേർഡ് ടാക്സ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഒരു 40,000 കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ ഡെഫേർഡ് ടാക്സിൽ റിസൾട്ട് ചെയ്യൂല. സോ അപ്പോൾ എന്താണ് ആൻസർ വരിക? ഡെഫേർഡ് ഇൻകം ഗവൺമെൻറ് ഗ്രാൻഡ് ടാക്സബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഡെഫേർഡ് ടാക്സേ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡിഫറൻസിന്മേൽ. അതാണ് അതിൻ്റെ ആൻസർ വരേണ്ടത്. ഇനി അടുത്തത് പോയിന്റ് ബി, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഡക്റ്റ് വാറണ്ടിയുടെയാണ്. പ്രോഡക്റ്റ് വാറണ്ടിയുടെ കേസിൽ അവർ പറയുന്നു പോയിന്റ് ബിയിൽ എത്രയാണ് നമ്മളുടെ ടാക്സ് ബേസ് ഓഫ് ദാറ്റ് ലയബിലിറ്റി എന്നാണ് ചോദിക്കുക. ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി കാണാൻ വരുമ്പോൾ ഇത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണോ? അല്ല. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ നമ്മളുടെ ടാക്സ് ബേസ് ഇസ് ഈക്വൽ ടു ക്യാരിയിങ് എമൗണ്ട് മൈനസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ആണ്.
നമ്മളുടെ ബുക്ക് വാല്യൂ ക്യാരിയിങ് എമൗണ്ട് എടുക്കുക, അതിൽ നിന്ന് ഫ്യൂച്ചറിൽ പേ ചെയ്യുമ്പോഴൊക്കെ ഡിഡക്ഷൻ എത്ര കിട്ടും അത് കുറയ്ക്കുക. അപ്പോൾ നോക്കിയേ, നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ക്യാരിയിങ് എമൗണ്ട് ആയിട്ട് എത്രയുണ്ട് ഈ പറയുന്ന വാറണ്ടിക്ക്? 16,000 അല്ലേ, റൈറ്റ്? അപ്പോൾ 16,000 ക്യാരിയിങ് എമൗണ്ട് 16,000. ഈ 16,000-ൽ നിന്ന് നിങ്ങൾ ആലോചിക്കുക, ഈ 16,000 ഇപ്പം ഇൻകം ടാക്സിൽ അലോ ചെയ്തിട്ടില്ല, ഫ്യൂച്ചറിൽ അത് പേ ചെയ്യുമ്പോൾ മാത്രമാണ് അലോ ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും ഈ 16,000 പേ ചെയ്യുമ്പോൾ. സോ 16,000 ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ഉണ്ട്. സോ ദി ടാക്സ് ബേസ് വിൽ ബി നിൽ. എഗെയിൻ നില്ലാണ് ടാക്സ് ബേസ് വരിക. ഓക്കെ അല്ലേ? ഇനി നമ്മളുടെ പോയിന്റ് നമ്പർ ബിയിൽ അപ്പോൾ ഡെഫേർഡ് ടാക്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ, വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ബി ഡെഫേർഡ് ടാക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്യാരിയിങ് എമൗണ്ട് മൈനസ് ടാക്സ് ബേസ്, നമുക്ക് 16,000 അവിടെ ടെമ്പററി ഡിഫറൻസ് ഉണ്ട്. ഈ ടെമ്പററി ഡിഫറൻസിൻ്റെ നേച്ചർ എന്താണ്? ഈ ടെമ്പററി ഡിഫറൻസിൻ്റെ നേച്ചർ ഒന്ന് ആലോചിക്കേ. നമുക്ക് ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ് ഇൻ കേസ് ഓഫ് എ ലയബിലിറ്റി ആണ്. അപ്പോൾ ഒരു ലയബിലിറ്റിയുടെ കേസിൽ ക്യാരിയിങ് എമൗണ്ട് ടാക്സ് ബേസിനേക്കാൾ കൂടുതലാണെങ്കിൽ അതൊരു ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് ആയിരിക്കും. ഫ്യൂച്ചറിൽ അത്രയും കൂടി നമ്മളുടെ ടാക്സ് കുറയ്ക്കുന്ന ടൈമിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആകുമ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 16,000 ഇൻറ്റു 32% നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കുകയും നമ്മളുടെ ആൻസർ വിൽ ബി ദിസ് ബി 5,120 ആയിരിക്കും. ഇനി അടുത്തത് നമ്മളുടെ പോയിന്റ് നമ്പർ സി റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പോയിന്റ് നമ്പർ സിയിൽ അവിടെയും ടെമ്പററി ഡിഫറൻസ് ആസ് പെർ ഇൻഡേസ് 12 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് നോക്കിയാൽ എത്രയുണ്ട്? 70,000 ആണ് അല്ലേ? ക്യാരിയിങ് എമൗണ്ട് 70,000 അല്ലേ പറയുന്നു. നോക്കിയും നമ്മളുടെ ഹെൽത്ത് കെയറിൻ്റെ ക്യാരിയിങ് എമൗണ്ട് 70,000 ആണ്. ഇനി ഹെൽത്ത് കെയറിന് ഡിഡക്ഷൻ അത് പേ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹെൽത്ത് കെയറിൻ്റെ ഡിഡക്ഷൻ ഏതാണ്? നമുക്ക് പേ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ ഡിഡക്ഷൻ പേ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെയും എന്താണ്? ഒരു ടാക്സ് ബേസ് കാണാൻ വേണ്ടി വരുമ്പോൾ ക്യാരിയിങ് എമൗണ്ട് മൈനസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എടുത്താൽ 70,000 ആണ്. ഇത് പേ ചെയ്യുമ്പോൾ 70,000 നമുക്ക് ക്ലെയിം കിട്ടും. ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ 70,000 ഉണ്ട്. സോ ടാക്സ് ബേസ് വിൽ ബി നിൽ. അങ്ങനെയെങ്കിൽ നമ്മളുടെ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മളുടെ ടെമ്പററി ഡിഫറൻസ് ആയിട്ട് വരാൻ പോകുന്ന എമൗണ്ട് 70,000 മൈനസ് 0 70,000 തന്നെയായിരിക്കും. ഇപ്പോൾ കണ്ടതുപോലെ ഇതൊരു ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുമാണ്. അപ്പം 70,000 ആണ് നമ്മളുടെ ടെമ്പററി ഡിഫറൻസിൻ്റെ എമൗണ്ട്. അതിൻ്റെ 32% നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യണം. ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം 20,400. ഒന്ന് നോക്കിയും ആൻസർ ഓപ്ഷൻ എ നിൽ ആണ്. അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ശരിക്കും അവർ കൊടുത്തിട്ടില്ല. ഏതാണ്? ക്യാരിയിങ് എമൗണ്ട് മൈനസ് ഇൻകം നോട്ട് ടാക്സബിൾ ഇൻ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് അത് കാണുക. ഇനി എവിടെ നോക്കി എക്സ്ക്ലൂഡഡ് ആണ്, ഇതിന് ടാക്സ് ഇഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫേർഡ് ഇൻകം ഓക്കെ അത് വിൽ നോട്ട് ബി ടാക്സബിൾ എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ഓപ്ഷൻ 3യിലും നില്ലാണ് നമ്മളുടെ ടാക്സ് ബേസ് ഉള്ളത്. അവിടെ ഡിഡക്റ്റബിൾ ഡിഫറൻസ് ആണ് 5120. ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. 4th ഓപ്ഷൻ. 5th ഓപ്ഷൻ നമുക്ക് നോക്കിയാൽ ടെമ്പററി ഡിഫറൻസ് 70,000 ആണ്. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് 22,400 ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ കേസ് സിനേരിയോ 7ൻ്റെ ആൻസർ ഉള്ളത്. ഓക്കെ അല്ലേ? ഫൈൻ, താങ്ക് യു.